മാസം 1,00,000 രൂപ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വർഷം മുഴുവൻ നമുക്ക് ആ ബിസിനസ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല ഡിമാൻഡാണ്, മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ളൊരു ബെസ്റ്റ് പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷൻ ഇല്ലാതെ, ലോസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും വളരെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. എപ്പോഴും എന്താ പറയുക, നമുക്ക് ഒരു വീടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നിലധികം ബെഡ്ഷീറ്റുകൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നിലധികം ബെഡ്ഷീറ്റുകൾ നമ്മൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് മാത്രമല്ല, ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ബെഡ്ഷീറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. മിനിമം 3 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു സംഭവം ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഹൈജീനിക്കായിട്ടും അത്രയും വൃത്തിയിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ബെഡ്ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2, 3, 4 പീസ് അല്ലെങ്കിൽ ഒരു കോംബോ രീതിയിൽ തന്നെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ ഒരു സംഭവം നല്ല ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമുക്ക് റീറ്റെയിൽ ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ നമുക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. മാസം എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1,00,000 രൂപയുടെ മുകളിലോട്ടൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങട്ടെ. ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല നമുക്ക് ഇതിനായിട്ട് വലിയ സെറ്റപ്പും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുക്കങ്ങളോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഇതൊരു ഷോപ്പ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. ഇനിയിപ്പോൾ ഷോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ മെയിനായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ബെഡ്ഷീറ്റുകൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം വീടുകൾ, അതേപോലെ തന്നെ ഹോസ്റ്റല്, അതേപോലെ തന്നെ ഹോട്ടൽസ്, ലോഡ്ജുകൾ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളും ഇവിടൊക്കെയാണ് കൂടുതൽ ഇത് നമുക്ക് വിൽക്കാൻ കഴിയുക. പിന്നെ നമുക്കറിയാം, ഇതിനൊരു ഓഫ് സീസണോ അല്ലെങ്കിൽ ഓൺ സീസണോ ഒന്നുമില്ല. വർഷം മുഴുവനും നമുക്കിതിൻ്റെ വിൽപ്പന നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. വർഷം മുഴുവൻ നമുക്ക് ഇത് വിൽപ്പന ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് ഓഫ്ലൈനിലും ചെയ്യാം, ഓൺലൈനിലും ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പർച്ചേസിങ് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ പർച്ചേസ് ചെയ്ത് വിൽക്കുന്നതാണ് ഏറ്റവും ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് എന്നൊക്കെ പറയണത്, ഒന്നിപ്പോൾ മെയിനായിട്ട് ജയ്പൂർ, അതേപോലെ തന്നെ ഈറോഡ്, കൊച്ചി, തൃശ്ശൂർ, അങ്ങനെയുള്ള ചെറിയ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹോൾസെയിലിൽ ഓൺലൈനായിട്ട് നമുക്ക് ഇന്ത്യ മാർട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ, ട്രേഡ് ഇന്ത്യയിലും ഓൺലൈൻ ഇന്ത്യ മാർട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കിട്ടും. അതേപോലെ നമ്മളിത് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. ഈ പറഞ്ഞ പോലെ ഈ റോഡ്, അതേപോലെ തന്നെ കോയമ്പത്തൂർ, ജയ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇഷ്ടംപോലെ അടിപൊളി കളക്ഷൻസും ചെറിയ വിലയിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് കറക്റ്റ് ആണെന്നല്ല, അപ്രോക്സിമേറ്റഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ബെഡ്ഷീറ്റാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 150 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു 250-300 രൂപക്കാണ് നമ്മൾ വിൽക്കാം. അതേപോലെ ഡബിൾ 300 രൂപയാണെങ്കിൽ 500-700 രൂപ വരെ നമുക്കതിനെ സെല് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമുക്കൊരു മാസം ഒരു 10-100 ബെഡ്ഷീറ്റൊക്കെ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലും വിൽക്കാം. നമുക്ക്
വീടുകൾ കേന്ദ്രീകരിച്ചിട്ടും അല്ലാതെ ഈ ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് നമുക്ക് വിൽക്കാം, ഓൺലൈനിലും വിൽക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെ വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ വീടുകളിൽ പോയിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ലേഡീസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർ വഴി നമുക്കിത് വിൽപ്പന നടത്താൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ചെറിയ ചെറിയ നമുക്ക് ഷോപ്പുകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ നമുക്കിത് വിൽപ്പന ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് വിൽക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പക്ക കോട്ടൺ ബൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് എല്ലാ ആളുകളും വാങ്ങുന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും കൂടി വാങ്ങുന്നതാണ്. കാരണം നല്ല വില കുറഞ്ഞതും നല്ല ക്വാളിറ്റി കുറഞ്ഞതും കൂടുതൽ ആളുകളും അവോയ്ഡ് ചെയ്യും. കാരണം ഇത് വാഷ് ചെയ്യണ സമയത്ത് അതിൻ്റെ കളറൊക്കെ പോകുമ്പോൾ കൂടുതൽ ആളുകളും അതിനെ അവോയ്ഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റുകളാണ് ആളുകൾ, അതിപ്പോൾ എത്ര സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും നല്ല ബെഡ്ഷീറ്റ് വാങ്ങാനാണ് ആളുകൾ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് കളർ പോവാത്ത നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഷോപ്പായിട്ടല്ല നമ്മൾ തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ട്രേഡ് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. പിന്നെ അതല്ലാതെ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മേടിക്കുക. അതുപോലെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 3 തരത്തിലുള്ള റേറ്റ് ഉള്ള ബഡ്ജറ്റുള്ള ഇതിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷനിലുള്ള ഒരു ബഡ്ജറ്റിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം, അതേപോലെ തന്നെ പ്രീമിയം, അതേപോലെ തന്നെ ഒരു ഏറ്റവും കുറഞ്ഞതും. അപ്പോൾ ഏതാണോ ആളുകൾക്ക് ആവശ്യം അത് എടുക്കാവുന്ന രീതിയിൽ ആ ഒരു വിലയിൽ ആളുകൾക്ക് കംഫർട്ടാവുന്ന രീതിയിലുള്ള പർച്ചേസിങ് നടത്താവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല ഫെസ്റ്റിവൽസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഓണം, റംസാൻ, അതേപോലെ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഓഫറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോംബോ ഓഫർ പോലെയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നല്ല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ബിസിനസ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാസം നമുക്കൊരു എന്താ പറയുക ഒരു 1 lakh rupees നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. കാരണം ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇത് നമുക്ക് ഒരാളെ നിർബന്ധിച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അട്രാക്റ്റഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല കോട്ടൻ്റെ മെറ്റീരിയലും നമ്മൾ വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ 2-3 റേറ്റിൽ വെക്കാൻ ശ്രമിക്കുക. ചെറിയ വിലക്കുള്ളതും അതേപോലെ തന്നെ ഒരു മീഡിയം, അതേപോലെ തന്നെ ഒരു പ്രീമിയം. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരു പുതിയ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇതൊരു ലോസ് വരെ നാശമായി പോലെ സംഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.